പിന്നെ യാതൊരു ഗ്ലാസും റീപ്ലേസ് ഇല്ല. പിന്നെ G4 ആണെങ്കിലും വീൻ്റെ മിറർ ചെയ്തിട്ടുണ്ട്. കേരള വണ്ടി അന്വേഷിക്കുന്നവർക്ക് മാത്രം വിളിച്ചാൽ മതി. റീവണ്ടിൻ്റെ വിലക്ക് ഇത് വിളിക്കരുത് എന്ന് പറയണമെന്ന് വെച്ചാൽ നമുക്ക് അതിന് സംസാരിക്കാനാവില്ല. അപ്പോൾ വണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്കൻഡ് ഓണർഷിപ്പിൽ 1,66,000 കിലോമീറ്റർ 1,60,000 വരെ പ്രോപ്പർ സർവീസ് പോയിട്ടുള്ള ഒരു ക്ലീൻ സ്പെക്ക്. അപ്പോൾ ഗായ്സ്, ഓട്ടോപ്പിൻ്റെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരുപാട് നീണ്ട ഇടവേളയ്ക്ക് ശേഷമാണ് നമ്മൾ വ്ളോഗും കാര്യങ്ങളൊക്കെ പുനരാരംഭിക്കുന്നത്. ഓക്കെ. അപ്പോൾ കുറച്ച് കാലം നമ്മളെ വ്ളോഗും കാര്യങ്ങളൊക്കെ പെൻഡിങ് പറഞ്ഞാൽ അത്യാവശ്യം നല്ല പെൻഡിങ് ആയിട്ട് പക്ഷേ ഒരു 2 ആഴ്ചത്തോളം വ്ളോഗ് ഇട്ടിട്ടില്ല. പക്ഷേ വീഡിയോസ് ഇങ്ങനെ ഡെയിലി പോകുന്നുണ്ട് FBയിലാണെങ്കിലും. അപ്പോൾ അതുപോലെ സ്റ്റോക്ക് അപ്ഡേഷൻ്റെ വീഡിയോസൊക്കെ കാണുന്നുണ്ടെങ്കിൽ നമ്മൾ FB ഫോളോ ചെയ്യുക, അതുപോലെ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യുക. അതിന് ഡെയിലി വ്ളോഗും കാര്യങ്ങളൊക്കെ ഷോർട്ട് ആയി. കാരണം നമ്മളെന്ന് വെച്ചാൽ ഒരു കിടിലൻ സാധനം വർക്കിൻ്റെ പിന്നാലെ ഇനി. അപ്പോൾ അത് ഇന്നലെ റിവീലിംഗ് കാര്യങ്ങളും കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ നമ്മുടെ പേജിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ അറിയാം. പിന്നെ ഇവിടെ ഞാൻ ചെറുതായിട്ടൊന്ന് കാണിച്ചു തരാം. നമ്മളെ KL 21 എന്നുള്ള രീതിക്ക് നമ്മൾ വർക്കൊക്കെ ചെയ്തുള്ള വണ്ടി. അത് അടുത്ത വീഡിയോയിൽ ഒരു വ്ളോഗായിട്ട് തന്നെ അതിന് എന്തൊക്കെ ചെയ്ത് എന്തൊക്കെ അഡീഷണൽ ചെയ്തിട്ടുണ്ട്, എത്ര കോസ്റ്റ് ആയിട്ടുണ്ടെന്നുള്ളതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ വ്ളോഗ് പറയുന്നുണ്ട്. അതൊന്നല്ല ഇന്നത്തെ പ്രത്യേകത. അപ്പോൾ ഈ കേരള വണ്ടി കാര്യങ്ങളൊക്കെ അതല്ല പറയണമെന്ന്, ഈ റീവണ്ടി കാര്യങ്ങളൊക്കെ കണ്ട് മടുത്ത ആൾക്കാർക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ, ഒരു കേരള വണ്ടി അന്വേഷിച്ച് നടക്കുന്ന ആളുണ്ടെന്നുണ്ടെങ്കിൽ KL 56E4777 എന്നുള്ളൊരു ഫാൻസി നമ്പർ, ചെറിയൊരു ഫാൻസി നമ്പറിൽ തന്നെ കൊയിലാണ്ടി രജിസ്ട്രേഷനിൽ കിടക്കുന്ന 2012 മോഡൽ നമ്മൾ സ്റ്റോക്ക് വരുന്നുണ്ട്. അപ്പോൾ ആവശ്യക്കാർ ഫുൾ വ്ളോഗും കാര്യങ്ങളും കാണുക, എന്തൊക്കെ അഡീഷണൽ ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളും അതുപോലെ പ്രൈസും കാര്യങ്ങളും മൊത്തത്തിൽ ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ ഈ വീഡിയോ എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മുടെ പുറത്തുള്ള സഹോദരന്മാർക്ക് കാണാൻ വേണ്ടിയിട്ട്, പുറത്തുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ടിരിക്കുന്ന ഒരുപാട് പേരുണ്ട്. നമുക്ക് പൊതുവേ കച്ചവടം കാര്യങ്ങളൊക്കെ വരുന്നത് പുറത്തുനിന്ന് കണ്ടിട്ടാണ്. നമ്മളെ വിശ്വസിച്ചിട്ട് നമ്മൾ ട്രസ്റ്റ് ചെയ്തിട്ട് മാത്രം വരുന്ന ടീമാണ്. അപ്പോൾ ഓർക്ക് മൊത്തത്തിൽ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക എന്നുള്ളൊരു ലക്ഷ്യമാണ് ഈ വ്ളോഗിൻ്റെ മെയിൻ ഉദ്ദേശം. അപ്പോൾ എല്ലാവരും ഫുൾ വീഡിയോ കാണുക. മാഷാഅല്ലാഹ് നമുക്ക് വൃത്തിയാക്കിയിട്ടാണ് മൊത്തത്തിലോട് പറയാം, എന്തൊക്കെ ചെയ്തിട്ടുണ്ട്, എന്തൊക്കെ കൂളിംഗ് വരെ ചെയ്തിട്ടുണ്ട് ഒക്കെ പറഞ്ഞു കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ. അപ്പോൾ ഫസ്റ്റ് തന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വണ്ടീൻ്റെ ഫ്രണ്ട് ഏരിയ ഡീറ്റെയിൽസ് ഞാൻ പറയാം. 2012 മോഡലാണ്, G4 കിടക്കുന്ന സെക്കൻഡ് ഓണർഷിപ്പിൽ. അത് 1,60,000 കിലോമീറ്റർ പ്രോപ്പർ സർവീസ് പറഞ്ഞാൽ 1,60,000 വരെ സർവീസ് കറക്റ്റ് പോയിട്ടുള്ള വണ്ടിയാണ്. ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് ഫ്രണ്ട് ടയറും കാര്യങ്ങളും മാറിയിട്ടുണ്ട്, ഹെഡ്ലൈറ്റ് മാറിയിട്ടുണ്ട്. Type 4 ഓൾറെഡി മാറിയിട്ടുണ്ട്, ഹെഡ്ലൈറ്റാണ് ആയിട്ട് മാറിയുള്ളത്. അപ്പോൾ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. പിന്നെ ഫുൾ പ്രോപ്പർ സർവീസ് എന്ന് പറഞ്ഞാൽ 1000 മുതൽ 500 മുതൽ 1,60,000 വരെ പോയിട്ടുള്ളത് പറഞ്ഞാൽ കോഴിക്കോട് രജിസ്ട്രേഷനിലുള്ള സർവീസ് സെൻ്ററിലാണ്. അത് വെസ്റ്റിലാണോ അതോ നടക്കാത്താണോ നമുക്ക് നോക്കണം. ഓക്കെ, ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ പ്രോപ്പർ ഉണ്ട്. ഒരു ആക്സിഡൻറ്റോ കാര്യങ്ങളോ റീപ്ലേസോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത പക്ക ഒരു ക്വാളിറ്റി വെഹിക്കിൾ തന്നെ പറയാം നമുക്ക്. ഇനി നമുക്ക് കാര്യമായിട്ട് എന്തൊക്കെ ഫ്രണ്ട് ഏരിയയിൽ മാറ്റം വരുത്തിയെന്ന് ഞാൻ പറഞ്ഞത്. 2012 ആകുമ്പോൾ തന്നെ Type 2 കമ്പനി ഇറക്കുന്നത്. അതിൽ തന്നെ ഫ്രണ്ട് മൊത്തത്തിൽ മാറിയിട്ടുണ്ട്. ഫ്രണ്ട് ഗ്രില്ലാണെങ്കിലും ബമ്പറാണെങ്കിലും അതുപോലെ ലൈറ്റ് ആണെങ്കിലും ഒക്കെ മാറിയിട്ടുണ്ട്. പ്രൊജക്റ്റഡ് ഹെഡ്ലൈറ്റ് ചെയ്തിട്ടുണ്ട്. ഫ്രണ്ട് ഗ്രില്ലും കാര്യങ്ങളും Type 4 2014-15 രജിസ്ട്രേഷനിലേക്ക് മാറിയിട്ടുണ്ട്. ഒരു മിനിറ്റ് ഞാൻ കോഡ് എടുക്കട്ടെ കേട്ടോ, കട്ട് ചെയ്യേണ്ട. ചെറിയ നല്ല ഒരു 3-4 ദിവസമായിട്ട് വ്ളോഗ് എടുത്തിട്ടുണ്ട്, പെൻഡിങ് ആയതുകൊണ്ട് എടുക്കാമെന്ന് കരുതി ഇറങ്ങിയതാണ്. അപ്പോൾ കോസ്റ്റ്യൂമർ കിട്ടാൻ ഇറങ്ങിയപ്പോൾ നല്ല മയം കിട്ടി. അതാണ് മൊത്തത്തിൽ ഫ്രണ്ട് ഏരിയയിൽ വരുന്നത്. അപ്പം പറഞ്ഞത് ഇനി സൈഡ് വ്യൂ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ട് ടയറിൻ്റെ പറയുന്നത് 2024-25 മോഡലിൽ കിടക്കുന്ന ബ്രിഡ്സ്റ്റോണിൻ്റെ ഫുൾ കട്ട് ടയറും കാര്യങ്ങളും വന്നിട്ടുണ്ട്. അതുപോലെ സൈഡിൽ നോക്കുകയാണെങ്കിൽ Type 4 ചെയ്തുകൊണ്ട് തന്നെ ബീഡിങ് ഇവിടെ വരിക Type 2 അത് നമ്മൾ ഇറക്കി ചെയ്തിട്ടുണ്ട്. അതുപോലെ ഡോർ ക്രോം ചെയ്തിട്ടുണ്ട്, വിൻഡോ ഗാർണിഷ് ചെയ്തിട്ടുണ്ട്, ഡോർ വൈസറും ചെയ്തിട്ടുണ്ട്. പിന്നെ എങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ സിൽവർ കളർ കേട്ടോ. ബാക്കിൽ വരികയാണെങ്കിൽ ഒരു 50 അബോവ് വരുന്ന ത്രെഡ് വരുന്ന ഒരു ബ്രിഡ്സ്റ്റോണിൻ്റെ ടയർ തന്നെയാണ്. ബ്രിഡ്സ്റ്റോൺ ആകുമ്പോൾ അത്യാവശ്യം നല്ല റൈറ്റ് വരുന്ന ടയറാണ്. അപ്പോൾ നല്ല ലൈഫും കാര്യങ്ങളും ഉണ്ടാവും. പിന്നെ ബാക്കിൽ വരികയാണെങ്കിൽ തന്നെ നമ്മളിവിടെ സ്പോയിലർ Type 4 സ്പോയിലർ ചെയ്തിട്ടുണ്ട്. Type 4 ബാക്കിൽ വരുന്ന ക്രോം ചെയ്തിട്ടുണ്ട്, ക്രോം ചെയ്തിട്ടുണ്ട്, ഡിക്കി പട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ G4 ആണെങ്കിലും വീൻ്റെ ലോഗ് ചെയ്തിട്ടുണ്ട്. കാരണം അത്രയും അഡീഷണൽ ചെയ്തുകൊണ്ട് തന്നെ വീലാണെങ്കിലും ആൻഡ്രോയിഡ് സ്റ്റീരിയോ ആണെങ്കിലും സ്കേർട്ട് ആണെങ്കിലും Type 4 ആണെങ്കിലും പ്രൊട്ടക്റ്റഡ് ഹെഡ്ലൈറ്റ് ആണെങ്കിലും ഒക്കെ അതുകൊണ്ടാണ് G4 ലോഗോ മൂപ്പര് മാറ്റിയാണ് V ആക്കിയത്. അത്രയും ക്വാളിറ്റി ഉണ്ട്. പിന്നെ സ്കേർട്ട് ആഡ് ഓൺ സ്കേർട്ട് ചെയ്തിട്ടുണ്ട്, ബ്ലാക്ക് ഇവിടെ ചെയ്തിട്ടുണ്ട്. പിന്നെ അവിടെ സ്കേർട്ടാണ്, പിന്നെ റിഫ്ലക്ടർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇവിടെ ചെറിയൊരു ഒരു സീറ്റ് ഉണ്ട് കേട്ടോ, അത് നമ്മൾ ലെവലാക്കി കൊടുക്കും. ഓക്കെ, പിന്നെ ബാക്കിൽ വരികയാണെന്നുണ്ടെങ്കിൽ ഈ ടൈൽ ലൈറ്റ് നോർമൽ ടൈൽ ലൈറ്റാണ്, കൂളിംഗ് മാത്രമേ ആയിട്ടുള്ളൂ. പിന്നെ ഫ്രണ്ടും ബാക്കും കാര്യങ്ങളൊക്കെ കൂളിംഗ് ചെയ്തിട്ടുണ്ട്. ഇനി ഇങ്ങനെ വരികയാണെങ്കിൽ ബാക്കിൽ ഈ ടയർ ഏകദേശം ഒരു 50 ത്രെഡ് ഉണ്ടാവും ബാക്കിൽ. പിന്നെ നോർമലി അപ്പർ സൈഡ് പറഞ്ഞ മാതിരി തന്നെ ഡോർ വൈസർ, വിൻഡോ ഗാർണിഷ്, ഡോർ ക്രോം, ബീഡിങ് അങ്ങനെ തന്നെ. ഫ്രണ്ടിലും ബ്രിഡ്സ്റ്റോണിൻ്റെ ടയർ ഏകദേശം അത്യാവശ്യം കട്ട് കാര്യങ്ങളൊക്കെ വരുന്നത്. പിന്നെ യാതൊരു ഗ്ലാസും റീപ്ലേസ് ഇല്ല. പിന്നെ G4 ആണെങ്കിലും വീൻ്റെ മിറർ ചെയ്തിട്ടുണ്ട്, ഇൻഡിക്കേറ്റർ ടൈപ്പ് മിററും കാര്യങ്ങളും. അതാണ് മൊത്തത്തിൽ വണ്ടിയുടെ ബോഡിയിൽ നമുക്ക് പറയാനുള്ളത്. ഇനി യാതൊരു ഗ്ലാസോ റീപ്ലേസ് ഇല്ല. ഫ്രണ്ട് കൂളിംഗ് ആണെങ്കിലും ഫ്രണ്ട് ചെയ്തിട്ടില്ല, മൊത്തം സൈഡ് ഫുൾ കൂളിംഗ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇൻറ്റീരിയർ ഭാഗത്ത് കിടന്നാലോ, ബായിലോ പറഞ്ഞിടാം, ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിടാം. അപ്പോൾ കോട അടക്കട്ടെ. നല്ലൊരു മഴ ആയതുകൊണ്ട് കേട്ടോ. വരി
അപ്പം ഇനി ഫ്രണ്ട് ഏരിയയിൽ കാര്യമായിട്ട് പറയാനുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ സീറ്റ് കവർ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സീറ്റ് കവർ ഉണ്ട്, ആൻഡ്രോയിഡ് സ്റ്റീരിയോ ഉണ്ട് വിത്ത് സപ്പോർട്ട് ബ്ലൂടൂത്ത്, അതുപോലെ റിവേഴ്സ് ക്യാം കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഉള്ളോട് കയറി. പിന്നെ എ സിയുടെ കാര്യത്തിലാണെങ്കിലും ഓയിലിൻ്റെ കാര്യത്തിലാണെങ്കിലും ഇൻഷുറൻസിൻ്റെ കാര്യത്തിലാണ്. ഇൻഷുറൻസ് എന്നൊക്കെ പറഞ്ഞാൽ ഇന്നലെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 2027 ജൂൺ 29 അല്ല 28. അപ്പം ഞാൻ 2027 ജൂൺ 28 വരെ പ്രോപ്പർ ഇൻഷുറൻസ് ഫസ്റ്റ് ക്ലാസ് ഏകദേശം 5 ലക്ഷം റുപ്യേൻ്റെ മുകളിലായി 5 ലക്ഷം റുപ്യേൻ്റെ ID വരുന്ന ഇൻഷുറൻസ് ആണ്. ഇനി സ്റ്റാർട്ടിങ് ഒന്ന് ജസ്റ്റ് കേട്ടോ. ഓക്കെ, റാഫ് കട്ട ഡീസലും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതാണ് കേരള വണ്ടിൻ്റെ ഒരു പ്രത്യേകത. അത്യാവശ്യം നല്ല സ്മൂത്ത് വർക്കിംഗ് ആകാരം. ഇത് റീവണ്ടിയിലും വരുന്നുണ്ട്. റീവണ്ടി ആണെങ്കിലും അത്യാവശ്യം നല്ലൊരു വൃത്തിക്ക് വർക്കിംഗ് ചെയ്യുന്നുണ്ട്. പിന്നെ റൂഫും കാര്യങ്ങളൊക്കെ കണ്ടില്ല ഓക്കെ, ഉഷാറാണ്. ഓക്കെ, ലൈറ്റും കാര്യങ്ങളൊക്കെ വർക്കിംഗ് ആണ്. പിന്നെ എല്ലാം ഇത് സൺഗ്ലാസ് റോ അല്ലേ, നമ്മൾ 2012 വന്ന ഫീച്ചറാണ് ഈ സൺഗ്ലാസ് റോ. അന്നത്തെ ഒരു ഫീച്ചേഴ്സ് വൈസ് നോക്കുകയാണെങ്കിൽ അതൊക്കെ വലിയ കാര്യമാണ്. പിന്നെ എ സിയുടെ കൂളിങ്ങും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പക്കയാണ്. അതിപ്പോൾ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റില്ല, പക്ഷേ ഞാൻ എൻ്റെ ഇത് പറഞ്ഞിട്ടാണ്. ഓക്കെ, ഇവിടെ റോവും കാര്യങ്ങളും കുറച്ച് ചില്ലറ പൈസയൊക്കെ ഉണ്ട്. പിന്നെ സ്മോക്കിങ്ങിൻ്റെ ലൈറ്റർ കാര്യങ്ങൾ, ഹീറ്റർ, ഫോഗ് ലാമ്പൊക്കെ അഡീഷണൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഗ്ലോ ബോക്സ് കാര്യങ്ങൾ, സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റിയതൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പം മൊത്തത്തിൽ ഓക്കെയാണ്. പിന്നെ വണ്ടിയുടെ സർവീസ് ബുക്ക്, അതുപോലെ ഇൻഷുറൻസ്, RCയുടെ കോപ്പി എല്ലാം ഇതിൽ തന്നെ ഉണ്ട്. ഓക്കെ, അപ്പോൾ വണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്കൻഡ് ഓണർഷിപ്പിൽ 1,66,000 കിലോമീറ്റർ, 1,60,000 വരെ പ്രോപ്പർ സർവീസ് പോയിട്ടുള്ള ഒരു ക്ലീൻ സ്പെക്ക്. ഓക്കെ, ഓടിക്കാനാണെങ്കിലും ഓടിച്ചുള്ള എക്സ്പീരിയൻസ് ഒക്കെ പറയാനാണെങ്കിൽ ജസ്റ്റ് നമുക്കൊന്ന് റണ്ണിങ് പോയാലോ. ഒരു 7 സീറ്റ് വെഹിക്കിളാണ്, നമുക്ക് ജസ്റ്റ് ഒന്ന് റണ്ണിങ് പോവാം. ഏതായാലും കയറിയല്ലേ. അപ്പം ഞാൻ ഒരുപാട് പേര് എന്നോട് പറഞ്ഞു ഞാൻ വീഡിയോ എടുക്കുമ്പോൾ സീറ്റ് ബെൽറ്റ് ഇടുന്നില്ലാന്ന്. അപ്പോൾ ആ ഒരു പരാതി ഉണ്ടാകാൻ പാടില്ല ഇനി. ഓക്കെ, ഞാൻ മറക്കണല്ല. സംഭവം വെച്ചാൽ വീഡിയോക്ക് മൈക്ക് ഇവിടെ വെക്കുക. അപ്പം മൈക്കുമ്പോൾ കൂടെ കയറും എന്നുള്ളൊരു പ്രതീക്ഷ കൊണ്ടാണ് ഞാനത് ഊരിടുന്നത്. ഞാൻ വോയിസ് കിട്ടാൻ വേണ്ടിയുള്ള മൈക്ക് വെക്കണത്. അപ്പോൾ അത് പോകാൻ പാടില്ല. ഓക്കെ, അപ്പം ഞാൻ അത് കിട്ടരുതെന്ന് കരുതിയിട്ടാണ്. അതപ്പം നമ്മൾ സീറ്റ് ബെൽറ്റ് നമ്മൾ കയറി എന്നാൽ സീറ്റ് ബെൽറ്റ് ഉണ്ടാവും. അങ്ങനെ ശീലമായി. അപ്പോൾ അപ്പാര് മുതലേ പഠിപ്പിച്ചിട്ടുള്ള സംഭവമാണ്. പിന്നെ ഫൈൻ കിട്ടിക്കഴിഞ്ഞാൽ ആരെങ്കിലും ഇടൂലേ. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഒന്ന് റണ്ണിങ് പോവാം. ഒരു ഭയങ്കര സ്മൂത്താണ്. നമ്മൾ വേറെ തന്നെ ഒരു രസമാണ് ഈ വണ്ടികളൊക്കെ ഓടിക്കാൻ. പുള്ളിങ് ആണെങ്കിലും ഒരു കുറവുമില്ല. ഓക്കെ, സ്മൂത്താണ്. ക്ലച്ചും കാര്യങ്ങളൊക്കെ പക്കയാണ്. ഇനിയിപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ സസ്പെൻഷൻ ഏരിയ ചെറിയൊരു ഇതുണ്ട്. ഷോക്കിന് ചെറിയൊരു അളക്കം തോന്നുന്നുണ്ട്. അതെന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് മാറണം. ഓക്കെ, ലീക്കും കാര്യങ്ങളൊന്നും കാണാനില്ല. ചിലപ്പോൾ ലീക്ക് ഉണ്ടോ അറിയില്ല. അപ്പോൾ ഇന്നലെ സ്റ്റോക്ക് കയറിയുള്ള വണ്ടിയാണ്. സാധാരണ ഒരു വാഷിംഗ് പാഡ് നമ്മൾ ചെയ്തിട്ടില്ല. കാരണം ഇന്നലെ സ്റ്റോക്ക് കയറി ഉണ്ട്, ഇന്നലെ സൺഡേ അല്ലേ. അപ്പോൾ ഇന്ന് വർക്ക്ഷോപ്പിലൊക്കെ ഒന്ന് പോയി ജനറൽ ചെക്കപ്പും കാര്യങ്ങളൊക്കെ ചെയ്ത്. പിന്നെ കേരള വണ്ടി നമുക്ക് അത്ര വലിയ വിഷയമല്ല. ജനറൽ ചെക്കപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് വെച്ചാൽ ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഏതൊരു വണ്ടിയാണെങ്കിലും ആര് യൂസ് ചെയ്ത വണ്ടിയാണെങ്കിലും അത് ചെക്ക് ചെയ്തെടുക്കുന്നത് നല്ലതാണ്. ഓക്കെ, എല്ലാ ഡോറും കാര്യങ്ങളും മിറർ അഡ്ജസ്റ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ വർക്കിംഗ് കേട്ടോ. ഒക്കെ ഇപ്പോൾ തന്നെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. ഡോർ വെക്കണേലും ഗ്ലാസിൻ്റെ ആണെങ്കിലും ഓട്ടോ കാര്യങ്ങളൊക്കെ പക്ക വർക്കിംഗ് ആണ്. അപ്പോൾ ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പുറത്തുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് മാത്രമാണ്. ഇവിടെ ഉള്ളവർ ഇവിടെ വന്ന് വണ്ടി കാണാം. മാക്സിമം സസ്പെൻഷൻ ഏരിയ വലിയ സീനൊന്നുമില്ല. ഏതായാലും ചെക്ക് ചെയ്യാം. എൻ്റെ ഒരു പേഴ്സണൽ എനിക്ക് തോന്നുന്നതൊക്കെ ഞാൻ ചെക്ക് ചെയ്യും. ഞാൻ ഓടിക്കുമ്പോൾ എനിക്ക് എന്തൊക്കെ കിട്ടുന്നുണ്ടോ അതൊക്കെ ഞാൻ കൊണ്ട് ചെക്ക് ചെയ്യും. അതുകൊണ്ട് ചെക്ക് ചെയ്താലേ എനിക്കൊരു മനസ്സമാധാനമുള്ളൂ. എന്നാൽ പിന്നെ എനിക്ക് നാളെ പറഞ്ഞ് പറയാം അത് ഞാൻ നോക്കിയിട്ടുണ്ടെന്ന് എനിക്ക് ധൈര്യമായിട്ട് പറയാൻ പറ്റും. ഇപ്പോഴത്തെ ഇങ്ങനെ കേസ് ഉണ്ടായിരുന്നു. നമ്മൾ നെഗറ്റീവും ഉണ്ട് കേട്ടോ. നമുക്ക് ഇപ്പോൾ അടുത്തൊരു റീവണ്ടി വന്നിന് ഫുള്ള് സർവീസുള്ള വണ്ടി. അപ്പോൾ ഞാൻ കൊണ്ട് എനിക്ക് ഓടിച്ചിട്ട് ഒന്നും കിട്ടില്ല. ഞാൻ തന്നെ ചെക്ക് ചെയ്യിപ്പിച്ച് വീലുകളൊക്കെ. അപ്പോൾ ലൈനർ കുറച്ച് തിക്നെസ് ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ അത് എന്താ വെച്ചാൽ കഴിഞ്ഞ് പറയാണ്ട് ഇങ്ങനെ ഇതുണ്ടായിന് സംസാരം ഉണ്ടായിനി. പിന്നെ നെഗറ്റീവും പറയണമല്ലോ. അത് ചിലപ്പോൾ നമ്മുടെ അടുത്തുണ്ടായ മിസ്റ്റേക്ക് ആയിരിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ പുറത്തുനിന്ന് ഉണ്ടായി കഴിഞ്ഞുള്ള മിസ്റ്റേക്ക് ആയിരിക്കാം. നമ്മൾ വർക്ക്ഷോപ്പിൽ നിന്ന് തന്നെ മിസ്റ്റേക്ക് എന്താണെന്നുള്ളത് നമ്മളതിനെ പിന്നെ അന്വേഷിച്ചില്ല. അപ്പം എന്താ വെച്ചാൽ ക്ലിയർ ആക്കാൻ ഇതാക്കി. ഓക്കെ, ഓടിക്കാനുള്ളത് ഇല്ല പറയാലോ. അത്യാവശ്യം നല്ല ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് നാളെ തരുന്നൊരു വണ്ടി തന്നെയാണ് കേട്ടോ. ഇന്നോവൻ്റെ കാര്യത്തിൽ എന്ന് പറഞ്ഞാൽ പുള്ളിങ്ങോ കാര്യങ്ങളോ അങ്ങനത്തെ അല്ല. ഒരു ലോങ് ഡ്രൈവ് അല്ലെങ്കിൽ ഒരു ഫാമിലി വെഹിക്കിൾ എന്നുള്ളൊരു ഇതാണ്. പിന്നെ സീറ്റിൻ്റെ ചാനലിന് ചെറിയൊരു സൗണ്ട് ഉണ്ട്. അത് ഒന്ന് ചെക്ക് ചെയ്യണം. അതുകൊണ്ടാണ് നമുക്ക് നല്ല കിട്ടിയത്. ഇന്നലെ ഒന്നിനും കൂടിയില്ല, സൺഡേ അല്ല, എല്ലാവരും ലീവല്ലേ. നല്ലൊരു മയം കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഇൻഷാല്ലാ കേരള വണ്ടി അന്വേഷണം നടക്കുന്ന ആളുണ്ടെങ്കിൽ വ്ളോഗ് കാണുക, തീർച്ചയായിട്ടും വിളിക്കുക. പിന്നെ വീല്, ജാക്കി, ലിവർ കാര്യങ്ങളെല്ലാം വണ്ടിയിൽ തന്നെ ഉണ്ട്, സ്റ്റോക്ക് ഉണ്ട്. അപ്പോൾ കാര്യമായിട്ട് അത് തന്നെയാണ്. ചാനലിൽ ചെറിയ സൗണ്ട് ഉണ്ട്. എൻ്റെ അഭിപ്രായം സസ്പെൻഷൻ അല്ല, ചാനൽ ചിലപ്പോൾ ഒന്ന് ഊരി റെഡിയാക്കാൻ ഉണ്ടാവും. അതായിരിക്കും ആ ബാക്ക് റോ ഒന്ന് സൗണ്ട് ആയിക്കുന്നുണ്ട്. ചെറിയ സൗണ്ട് കേട്ടോ സസ്പെൻഷൻ്റെ ഏരിയ. സസ്പെൻഷൻ അല്ല, ചാനലിൻ്റെ ഈ കണ്ടോ കേൾക്കുന്നുണ്ടാവില്ല, എനിക്കുണ്ട്. അതെന്തായാലും ഒന്ന് ക്ലിയർ ആക്കണം. വേറെ ഒരു പണി വണ്ടിയുമല്ല, ധൈര്യമായിട്ട് കൊണ്ടുപോകാൻ യൂസ് ചെയ്യുക. ഓക്കെ, പിന്നെ എടുക്കുക. എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ഇനിയിപ്പോൾ ഞാൻ ചെക്ക് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാലും നിങ്ങളതായ രീതിക്ക് ഈ ഗിയർ ഓയിൽ, എൻജിൻ ഓയിൽ, കൂളന്റ്, ബ്രേക്ക് പാഡ്, ബ്രേക്ക് ലിവർ ചെക്ക് ചെയ്യുക. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻ്റെ ഒരു ഉറപ്പിനും നിങ്ങളൊരു ഉറപ്പിനും. ഓക്കെ,
അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ചെക്ക് ചെയ്യാൻ പറയുന്നത്. ഞാൻ അപ്പോൾ എനിക്ക് ഇത്രയും വണ്ടികൾ നമ്മൾ ചെയ്യുന്നതുകൊണ്ട് തന്നെ എത്തിപ്പെടാൻ കഴിയില്ലെന്ന് കരുതിയിട്ടാണ് ഇപ്പം ഞാൻ ക്രോസ് ചെക്കിംഗ് ലെവൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലിസ്റ്റ് വരെ പുതിയ ഉണ്ടാക്കിയത്, എന്തൊക്കെ ചെക്ക് ചെയ്യാനുള്ളത്. അപ്പോൾ അതൊക്കെ ഞാൻ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട്. കയ്യിൽ നിന്ന് പോകുന്നത് മാത്രമാണ് ചിലപ്പോൾ മിസ്റ്റേക്ക് വരലുണ്ടാവുള്ളൂ. അപ്പോൾ അതൊക്കെ തന്നെ നമുക്ക് കാര്യമായിട്ട് പറയാനുള്ളത്. പിന്നെ വ്ളോഗും കാര്യങ്ങളൊക്കെ കുറവായിനും, അപ്പം ഇനി തുടർച്ചയായിട്ടുണ്ടാവും. സംസാരിക്കാൻ തന്നെ ചിലപ്പോൾ കിട്ടാനില്ല, അങ്ങനെയൊക്കെ വരുന്നുണ്ട്. അപ്പോൾ പക്കയാണ്, ഇന്നത്തെ ഇരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഫോളോ ചെയ്യാൻ മറക്കരുത്. വ്ളോഗ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. എന്താണെന്നുള്ളത് വണ്ടിൻ്റെ വില ഞാൻ പറഞ്ഞുതരാം. 7,85,000 ഫൈനൽ ചോദിക്കുന്നത്. ഓക്കെ, ഇൻഷുറൻസ് കാര്യങ്ങളൊക്കെ എടുത്ത വണ്ടിയാണ്, 12 വണ്ടിയാണ് കേട്ടോ. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് അറിയാം കേരള വണ്ടിക്ക് മോഹവില ഉണ്ട് എന്നുള്ളതൊക്കെ. നമ്മൾ ഇത്ര വില ഉണ്ടെന്ന് ഞാനും പ്രതീക്ഷിച്ചില്ല. ഇനി നല്ല വില ആയിരിക്കും നമുക്ക് തന്നെ. പിന്നെ അത്യാവശ്യം കേരള വണ്ടി അന്വേഷിക്കുന്നവർക്ക് മാത്രം വിളിച്ചാൽ മതി. റീവണ്ടിൻ്റെ വിലക്ക് ഇത് വിളിക്കരുത് എന്ന് പറയണമെന്ന് വെച്ചാൽ നമുക്ക് അതിന് സംസാരിക്കാനാവില്ല. എനിക്കും നിങ്ങൾക്കും നല്ല ഡീലിംഗ് തരണം എന്നുള്ളതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഇങ്ങനത്തെ വണ്ടികളൊക്കെ പോയി എടുക്കുന്നത്. ഒരുപാട് പേരോട് നമ്മൾ ചോദിക്കലുണ്ട് കേരള വണ്ടി ഉണ്ടോ എന്ന്. അപ്പോൾ ഓർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഇനിയും കാണാം. ഫോളോ ചെയ്യാൻ മറക്കരുത്. ഓട്ടോപ്പിൻ്റെ വീഡിയോ എല്ലാം നിങ്ങൾ കാണുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ നല്ലതൊക്കെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ നമ്പർ കൊടുക്കുന്നത്, വിളിക്കാനും മറക്കരുത്. ഇത് നിങ്ങൾ അന്വേഷിക്കുന്ന ടീം ഉണ്ടെങ്കിൽ, കേരള വണ്ടി അന്വേഷിക്കുന്ന ടീം ഉണ്ടെങ്കിൽ ഓർക്ക് ഷെയർ ചെയ്തെടുക്കുക. ശരി, അപ്പോൾ ഓക്കെ.